ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രേഷ്മ സെജ് ഒഫീഷ്യൽ. ഇന്ന് നമുക്കൊരു തീയൽ റെസിപ്പി നോക്കാം. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു തീയൽ റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മൾ തേങ്ങ ചിരകി എടുത്തിട്ട് അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. നന്നായിട്ട് ക്രഷ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എല്ലാം ഒന്ന് ഒരേ വലിപ്പത്തിലായി കിട്ടാനാണ്. പല വലിപ്പത്തിൽ കിടക്കുമ്പം നമ്മളിത് റോസ്റ്റ് ചെയ്യുമ്പോൾ അത് ചെറിയ പീസൊക്കെ കരിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. ഞാൻ ആദ്യം വെച്ച പാത്രം കുറച്ച് ചെറുതായിരുന്നു, അപ്പോൾ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തു. നമ്മുടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞു തന്നുകൊണ്ടാണ് ഇത് ഇത്ര വൃത്തിയായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഞാൻ അരിഞ്ഞു കഴിഞ്ഞാൽ പോക്കോ എന്നും പറഞ്ഞിരിക്കും. അതിന് കൊച്ചുള്ളി, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക, തക്കാളി, പച്ചമുളക് ഇത്രയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. തേങ്ങ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. അവസാനം ഈ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി ഇടുന്ന വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മ പൊടി ഇട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ മല്ലിപ്പൊടി ആദ്യം ഇട്ടു, പിന്നീട് മുളക് പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഈ 3 പൊടികളും കൂടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടി ചേർത്ത് കൊടുത്തിട്ട് ആ റോസ്റ്റിൻ്റെ ചൂടിനകത്ത് തന്നെ ഇരുന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. പിന്നീട് ആ വെജിറ്റബിൾസ് ഞാൻ കുറച്ച് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് കുക്കറിനകത്തിട്ട് ജസ്റ്റ് 1 വീസിൽ അടിച്ചിങ്ങെടുക്കുകയാണ് ചെയ്തത്. പിന്നെ പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഞാൻ വെളുത്തുള്ളി, നമ്മൾ സാധാരണ ഈ തേങ്ങ റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വെളുത്തുള്ളി ഇട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയായിരുന്നു. പിന്നെ ഞാൻ കടുക് വറുക്കുന്നതിനകത്ത് വെളുത്തുള്ളി ഇട്ട് വഴറ്റിയെടുത്തു. വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നീട് കുക്കറിൽ നിന്ന് നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ജസ്റ്റ് 1 വീസിൽ വേവിച്ചാണ്. അത് മൊത്തം ഇതിലേക്ക് പകർന്നു കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഇതിലേക്കാണ് നമ്മളുടെ തേങ്ങ റോസ്റ്റ് ആറിയിട്ടുള്ളത് നമ്മൾ പേസ്റ്റ് പോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്കും ചേർത്ത് കൊടുത്തു. വെള്ളം തൊടാതെ അരച്ചെടുത്താണ്. അപ്പം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അരച്ചെടുത്ത തേങ്ങ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ തീയൽ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിന്ന്. ഇന്നിവിടെ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തലേ ദിവസത്തെ കുറച്ച് മീൻകറിയും പച്ചമോരും തീയലുമായിരുന്നു ഇന്ന് ലഞ്ചിനുണ്ടായിരുന്നത്. നമുക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഈ തീയൽ. സിമ്പിൾ റെസിപ്പി. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.